ഹായ് ഓൾ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിങ്ങിലെ മൊഡ്യൂൾ 3 ഇറിഗേഷൻ. അതിൽ ഒക്ടോബർ 2020 ചോദിച്ച ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ബെനിഫിറ്റ് ആൻഡ് ഇൽ എഫക്റ്റ് ഓഫ് ഇറിഗേഷൻ. ഓക്കെ, നമ്മുടെ ഇറിഗേഷൻ്റെ ബെനിഫിറ്റും ഇൽ എഫക്റ്റും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമ്മുടെ ഇറിഗേഷൻ ഉണ്ടാകുന്ന നോക്കാം. അതായത് ഫോളോയിങ് ആണ് ദ ബെനിഫിറ്റ്സ് ഓഫ് ദി ഇറിഗേഷൻ. ഫസ്റ്റ് വൺ ഇസ് ഈൽഡ് ക്രോപ്പ്. ഓക്കെ, ഈൽഡ് ഓഫ് ദി ക്രോപ്സ്, അതായത് നമ്മുടെ ഇറിഗേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈൽഡ് ക്രോപ്പ് എന്ത് ചെയ്യും, ഓൾസോ ഇൻക്രീസ് ചെയ്യും ഈവൻ ടു ദ പീരീഡ് ഓഫ് ലോ റെയിൻഫോൾ. ഓക്കെ, അതാണ് ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒപ്റ്റിമം ബെനിഫിറ്റ്, അതായത് നമ്മുടെ ഒപ്റ്റിമം യൂസ് ഓഫ് വാട്ടർ ആണെങ്കിൽ വാട്ടറാണ് പോസിബിൾ ആയിട്ടുള്ളതെങ്കിൽ ബൈ ഇറിഗേഷൻ ടു ഒപ്റ്റൈൻ മാക്സിമം ഔട്ട്പുട്ട്. നമ്മളൊരു ഒപ്റ്റിമം യൂസ് ഓഫ് വാട്ടർ ആയിരിക്കും നമുക്ക് പോസിബിൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറിഗേഷൻ എന്ന് പറയുന്ന ഒരു മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ എലിമിനേഷൻ ഓഫ് മിക്സഡ് ക്രോപ്പിംഗ്, അതായത് നമ്മുടെ ഏരിയാസിലെല്ലാം ഇറിഗേഷൻ ഈസ് നോട്ട് അഷ്യൂർഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഒരു മിക്സഡ് ക്രോപ്പിംഗ് അഡോപ്റ്റ് ചെയ്യും. ഈ ഒരു മിക്സഡ് ക്രോപ്പിംഗ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ക്രോപ്സ് എന്ത് ചെയ്യുക, ഒരേ ഫീൽഡിൽ തന്നെ ഡിഫറെൻ്റ്ലി നമ്മൾ എന്ത് ചെയ്യുക, ഡിഫറെൻറ്റ് ക്രോപ്പ് എന്ത് ചെയ്യുക, ഗ്യാദർ ചെയ്യുക. അപ്പോൾ ഈ ഒരു മിക്സഡ് ക്രോപ്പ് എന്ന് പറയുന്നത് നോട്ട് ഡിസറബിൾ ആസ് ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ ആൻഡ് ഫീൽഡ് കണ്ടീഷൻ. ഫാമേഴ്സിനൊക്കെ എന്തായിരിക്കും ഇത് ബെനിഫിറ്റ് അല്ല. അതുപോലെ തന്നെ നമ്മുടെ ഇറിഗേഷൻ വാട്ടർ എന്ന് പറയുന്നത് അഷ്യൂർഡ് മിനിമം ക്രോപ്പിംഗ് മേ ബി ലിമിറ്റഡ് ആൻഡ് സിംഗിൾ സുപ്പീരിയർ ക്രോപ്പ് മേ ബി ഗ്രോൺ ഗെറ്റ് ടു ദ മാക്സിമം ബെനിഫിറ്റ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എലിമിനേഷൻ ഓഫ് മിക്സഡ് ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് പ്രോസ്പിരിറ്റി ഓഫ് ഫാമേഴ്സിൻ്റെ പ്രോസ്പിരിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇറിഗേഷൻ വാട്ടർ എന്ന് പറയുന്നത് അഷ്യൂർ ത്രൂ ഔട്ട് ദ ഇയറിൽ നമ്മൾ ആ ഒരു ഇറിഗേഷൻ വാട്ടർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവിടെ 2 അതിൽ കൂടുതലോ ക്രോപ്പ് എന്ത് ചെയ്യും, ഗ്രോ ചെയ്യും. അപ്പം ആ ഒരു ഇയറിൽ തന്നെ 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ക്രോപ്പ് ഗ്രോ ചെയ്യും, വിച്ച് ആഡ് ടു ദ പ്രോസ്പെരിറ്റി. അത് നമ്മൾ പ്രോസ്പെരിറ്റിയിൽ ആഡ് ചെയ്യും. ഇനി സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത് എപ്പോഴാണോ നമ്മുടെ വാട്ടർ ടാക്സ് എന്ന് പറയുന്നത് ടേക്കൺ ഫ്രം ദി ഫാമേഴ്സ് ഫോർ സപ്ലൈയിങ് വാട്ടർ, അതായത് വാട്ടർ ടാക്സ് നമ്മൾ വാട്ടർ സപ്ലൈ ചെയ്യുന്ന സമയത്ത് വാട്ടർ ടാക്സ് ഫാമേഴ്സിൽ നിന്നാണ് എടുക്കണമെങ്കിൽ അത് നമ്മുടെ റവന്യൂ ഓഫ് ദ കൺട്രിയിൽ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. പിന്നെ അതിന് വാട്ടർ സപ്ലൈ എന്ന് പറയുന്നത് നമ്മുടെ ഇറിഗേഷൻ വാട്ടർ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് സോഴ്സ് ഓഫ് ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ വാട്ടർ സപ്ലൈയിലായിരിക്കും ഇത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. അതിന് ജനറൽ കമ്മ്യൂണിക്കേഷൻ, അതായത് ദ ഇൻസ്പെക്ഷൻ റോഡ് ബിസൈഡ് ദ കനാൽ ബാങ്ക് മേ സെർവ് ആസ് ദ കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ഇൻ റിമോട്ട് വില്ലേജ് ഏരിയാസ്. അപ്പം ആ ഒരു സംഭവം നമ്മുടെ ഈ ഒരു ഇറിഗേഷന് ബെനിഫിറ്റാണ്. അതിന് നാവിഗേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇറിഗേഷൻ കനാൽസ് എല്ലാം എന്ത് ചെയ്യും, ബിഗ് ആൻഡ് ഡീപ്പ് ആയിരിക്കും. അപ്പോൾ ദേ മേ ബി യൂസ്ഡ് ആസ് എ നാവിഗേറ്റബിൾ വാട്ടർ വേ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഓസ്തെറ്റിക് വ്യൂ എന്ന് പറയുമ്പോൾ ന്യൂ മാൻമെയ്ഡ് ലേക്ക്, അത് പ്രിസർവ്ഡ് കെയർഫുള്ളി ആണെങ്കിൽ മേ ഇൻക്രീസ് ദ ഓസ്തെറ്റിക് വ്യൂ ഓഫ് ദി സറൗണ്ടിങ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ബെനിഫിറ്റ്സ് ഓഫ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് എന്തൊക്കെയാണ് ഇൽ എഫക്റ്റ് എന്ന് നോക്കാം. വാട്ട് ആർ ദ ഇൽ എഫക്ട്സ് ഓഫ് ഇറിഗേഷൻ എന്ന് നോക്കാം. അതായത് നമ്മൾ കുറച്ച് ബെനിഫിറ്റ്സ് നോക്കിയല്ലേ, ഈ ബിസൈഡ്സ് ബെനിഫിറ്റ്സ് ദർ ആർ സം ഓഫ് ഇൽ എഫക്ട്സ് ഓഫ് ഇറിഗേഷൻസ് ആർ ഓൾസോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഇൽ എഫക്റ്റ് ഓഫ് ഇറിഗേഷനിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എഫക്റ്റ് ഓഫ് റൈസിങ് വാട്ടർ ടേബിളാണ്. അതെന്ന് പറയുന്നത് നമുക്കവിടെ എന്താണുണ്ടാവും, ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇറിഗേഷൻ കനാൽ എന്ത് ചെയ്യും, എക്സസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ഒരു സീപ്പേജ് ഓഫ് വാട്ടർ ത്രൂ ദ ബെഡ് ആൻഡ് സൈഡ് ടേക്സ് പ്ലേസ് വിച്ച് റൈസ് ദി വാട്ടർ ടേബിൾ ഓഫ് ദ സറൗണ്ടിങ് ഏരിയാസ്. അതായത് നമുക്കൊരു അൺലിമിറ്റഡ് ആയിട്ടുള്ള ഇറിഗേഷൻ കനാൽ എക്സസീവ് സീപ്പേജ് ഓഫ് വാട്ടർ ത്രൂ ദ ബെഡ്, അത് നമുക്ക് വാട്ടർ ടേബിൾ സറൗണ്ടിങ് ഏരിയാസിലുള്ള വാട്ടർ ടേബിൾ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ നമ്മുടെ സോയിൽ എന്ന് പറയുന്നത് റൂട്ട് സോണിലാണെങ്കിൽ ക്രോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സാച്ചുറേറ്റഡ് ആയിരിക്കും. അതെന്ന് പറയുന്നത് ആൽക്കലൈനും ആയിരിക്കും. ഇറ്റ് ഈസ് ഹാംഫുൾ ടു ക്രോപ്പ് ഇൻ പ്ലാന്റ്സ്. ഇതിനാണ് നമ്മൾ എഫക്റ്റ് ഓഫ് റൈസിങ് വാട്ടർ ടേബിൾ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡാംപ് ക്ലൈമറ്റ്, അതുപോലെ നമ്മളൊരു ഇറിഗേഷൻ പ്രോജക്റ്റ് എടുക്കുകയാണെങ്കിൽ അതിലൊരു കമാൻഡ് ഏരിയയിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ലോവേർഡ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഡാംപ് ക്ലൈമറ്റ് എന്ന് പറയുന്നത് പെർ വെൽസ് വിച്ച് അഡ്വേഴ്സ്ലി എഫക്ട് ദ ഹെൽത്ത് ഓഫ് ദി കമ്മ്യൂണിറ്റി. അത് നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്തിൻ്റെ എന്ത് ചെയ്യും, അത് എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ബ്രീഡിങ് പ്ലേസസ് ഓഫ് മോസ്കിറ്റോസ്. പിന്നെ നമുക്ക് ഈ ഒരു എക്സസ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് വാട്ടർ സീപ്പേജ് കാരണം നമുക്ക് കനാലിൽ നിന്നൊക്കെ എന്താണ്ടാവും, അതുപോലെ തന്നെ മാർഷി ഏരിയാസിൽ നിന്നൊക്കെ ലീക്കേജ് സംഭവിക്കും. അത് കഴിഞ്ഞ് നമുക്ക്
ലോസ് ഓഫ് വാല്യുബിൾ ലാൻഡ്. ലോസ് ഓഫ് വാല്യുബിൾ ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വാല്യുബിൾ ലാൻഡ് മേ ബി സബ്മേർജ്ഡ് ഡ്യൂ ടു ദ കൺസ്ട്രക്ഷൻ റിസർവോയർ ബൈ ഡാം വെയർ ബാരേജസ്. അതിനെയാണ് നമ്മൾ ലോസ് ഓഫ് വാല്യുബിൾ ലാൻഡ് എന്ന് പറയുന്നത്. അതിന് റിട്ടേൺ ഓഫ് റവന്യൂ, അതായത് റിട്ടേൺ ഓഫ് റവന്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഇറിഗേഷൻ പ്രോജക്റ്റ് എല്ലാം എന്തായിരിക്കും, കോംപ്ലക്സ് ആയിരിക്കും, അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആയിരിക്കും. നമ്മളെടുക്കുന്ന പ്രോജക്റ്റ് എല്ലാം കോംപ്ലക്സ് ആയിരിക്കും, എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ പ്രോജക്റ്റ് എന്ത് ചെയ്യും, ഫെയിലാവും. അതായത് ഈ ഒരു ആബ്സെൻസോ നമുക്ക് റെഗുലർ മെയിൻ്റെനൻസ് കിട്ടാതെയോ അതുപോലെ തന്നെ റിട്ടേൺ ഓഫ് റവന്യൂ ടു ദ ഗവൺമെൻറ് അത് കാരണമൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രോജക്റ്റ് ഫെയിലാവും. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താ, ഹൈ ആവും. അതാണ് റിട്ടേൺ ഓഫ് റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ബെനിഫിറ്റ്സ് ആൻഡ് ഇൽ എഫക്റ്റ് ഓഫ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. എഞ്ചിനീയറിങ്ങിലെ മൊഡ്യൂൾ 3 ഇറിഗേഷൻ അതിൽ ഉള്ള ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ഫീൽഡ് കപ്പാസിറ്റി, പെർമനൻറ്റ് വെല്ലിംഗ് പോയിൻറ്റ് ആൻഡ് കാപ്പിലറി വാട്ടർ. ഓക്കെ, ഇത് മൂന്നും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് എന്താണ് കാപ്പിലറി വാട്ടർ എന്ന് നോക്കാം. അതായത് കാപ്പിലറി വാട്ടർ എന്ന് പറയുന്നത് ഇസ് എ പാർട്ട് ഓഫ് എക്സസ് ഓഫ് ഹൈഡ്രോഗ്രോഫി, അതായത് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ. അതായത് നമ്മൾ ഒരു അവൈലബിലിറ്റി ഓഫ് സോയിൽ വാട്ടർ ആ ഒരു ക്ലാസ്സിൽ നമ്മൾ ആ ഒരു ഓവൻ ഡ്രൈഡ് സോയിലിൻ്റെ ഫിഗർ വരച്ചായിരുന്നു അല്ലേ. അതായത് ഫുൾ ഇങ്ങനെ ഇതിനകത്ത് നമ്മൾ ഓരോ 3 ലെയറായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ലെയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അതായത് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ആ ഒരു ലെയറിനെയാണ് നമ്മൾ ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് പറയാം. അപ്പം നമ്മുടെ കാപ്പിലറി വാട്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പാർട്ട് ഇൻ എക്സസ് ഓഫ് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ വിച്ച് എക്സിസ്റ്റ് ഇൻ ദ പോർ സ്പേസ് ഇൻ ദ സോയിൽ ബൈ ദ മോളിക്കുലർ അട്രാക്ഷൻ. അതായത് നമ്മുടെ കാപ്പിലറി വാട്ടർ എന്ന് പറയുമ്പോൾ ആ ഹൈഗ്രോസ്കോപ്പിക് വാട്ടറിൻ്റെ ഒരു പാർട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ സോയിലിൻ്റെ പോൾസിലൊക്കെ എന്ത് ചെയ്തിരിക്കും, വാട്ടർ എക്സിസ്റ്റ് ചെയ്യും ബൈ മോളിക്കുലർ അട്രാക്ഷൻ. ഇതിനെയാണ് നമ്മൾ കാപ്പിലറി വാട്ടർ എന്ന് പറയാം. ഇനി അടുത്ത് നമ്മളിത് ചോദിച്ചേക്കുന്നത് ഫീൽഡ് കപ്പാസിറ്റി. ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സോയിലിൻ്റെ മോയ്സ്ചർ എന്ന് പറയുന്നത് ആഫ്റ്റർ ഡ്രെയിനേജ് ഹാസ് റിമൂവ്ഡ് മോസ്റ്റ് ഓഫ് ദ ഗ്രാവിറ്റി വാട്ടർ. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി ഗ്രാവിറ്റി വാട്ടർ, അതായത് നമ്മുടെ എമൗണ്ട് ഓഫ് വാട്ടർ അവൈലബിൾ ഇൻ സോയിൽ ഫോർ പ്ലാന്റ്സ് യൂസ്ഡ്. അതായത് നമുക്ക് പ്ലാന്റ് യൂസ് ചെയ്യുന്ന ആ ഒരു എമൗണ്ട് ഓഫ് അവൈലബിൾ ഇൻ സോയിൽ, പ്ലാന്റ് യൂസ് ചെയ്യുന്ന ആ ഒരു വാട്ടറിൻ്റെ എമൗണ്ടും മോസ്റ്റ് ഓഫ് ദി ഗ്രാവിറ്റേഷണൽ വാട്ടർ ഡ്രെയിൻസ് ത്രൂ സോയിൽ ബിഫോർ ക്യാൻ ബി യൂസ്ഡ് കൺസെപ്റ്റലി ബൈ പ്ലാന്റ്സ്. ഇതിനാണ് നമ്മൾ ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ സോയിൽ, അതായത് പ്ലാന്റ് യൂസ് ചെയ്യുന്ന സോയിലുള്ള വാട്ടറിൻ്റെ എമൗണ്ട്, അതുപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദ ഗ്രാവിറ്റേഷണൽ വാട്ടർ എന്ത് ചെയ്യും, ഡ്രെയിൻ ത്രൂ ദ സോയിൽ. കുറച്ച് ഗ്രാവിറ്റേഷണൽ വാട്ടറും ഡ്രെയിൻ ത്രൂ ദ സോയിലായിരിക്കും ബിഫോർ ഇത് നമ്മൾ എന്ത് ചെയ്യും, കൺസെപ്റ്റീവ്ലി ബൈ പ്ലാന്റ്സിൽ നമ്മൾ യൂസ് ചെയ്യും. ഇതിനാണ് നമ്മൾ ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അടുത്തത് പെർമനൻറ്റ് വെല്ലിംഗ് പോയിൻറ്റ്. ഓക്കെ, പെർമനൻറ്റ് വെല്ലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് എപ്പോഴാണോ, അതായത് നമ്മുടെ വാട്ടർ കണ്ടൻറ്റ്, നമ്മുടെ പ്ലാന്റ്സിലുള്ള വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് നോ ലോങ്ങർ എക്സ്ട്രാക്റ്റ് ആയിരിക്കും. ഓക്കെ, സഫീഷ്യൻറ്റ് വാട്ടർ ഫ്രം ദ സോയിൽ ഫോർ ദി ഗ്രോത്ത്. നമുക്ക് പ്ലാന്റ്സിലുള്ള വാട്ടർ കണ്ടൻറ്റ് എപ്പോഴും അതിൽ തന്നെ നിൽക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സോയിലിൽ നിന്ന് കുറച്ച് വാട്ടർ എന്ത് ചെയ്യും, എടുക്കും, എക്സ്ട്രാക്റ്റ് ചെയ്യും. അതുപോലെ നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് പ്ലാന്റ്സ് കുറച്ച് സോയിലിൽ നിന്ന് വാട്ടർ അബ്സോർബ് ചെയ്യും. അപ്പം അറ്റ് ദ ലോവർ എൻഡ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ലോവർ എൻഡ് ഓഫ് ദി അവൈലബിൾ മോയ്സ്ചർ റേഞ്ച് ഓഫ് ദ പ്ലാന്റ്സ് ഡസ് നോട്ട് ഗെറ്റ് സഫീഷ്യൻറ്റ് വാട്ടർ ടു മീറ്റ് ദ നീഡ്. ഇറ്റ് വിൽ ബി പെർമനൻ്റ്ലി. ഓക്കെ, ഇറ്റ് വിൽ വിൽഡ് പെർമനൻ്റ്ലി. ഇതിനാണ് നമ്മൾ പെർമനൻറ്റ് വെല്ലിംഗ് പോയിൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ലോവർ എൻഡ് ഓഫ് ദ അവൈലബിൾ മോയ്സ്ചർ റേഞ്ച് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു പ്ലാന്റ്സ് എന്ത് ചെയ്യില്ല, നോട്ട് ഗെറ്റ് സഫീഷ്യൻറ്റ് വാട്ടർ ടു മീറ്റ് നീഡ്. അതിനെയാണ് നമ്മൾ ഇറ്റ് വിൽ ബിൽഡ് പെർമനൻ്റ്ലി. ഇതിനെ നമ്മൾ പെർമനൻറ്റ് വില്ലിംഗ് പോയിൻറ്റ് എന്ന് പറയാം. ഓക്കെ, ഇതാണ് നമ്മുടെ കാപ്പിലറി വാട്ടർ, ഫീൽഡ് കപ്പാസിറ്റി ആൻഡ് പെർമനൻ്റ്ലി വില്ലിംഗ് പോയിൻറ്റ്. ഓക്കെ, ഇറിഗേഷൻ അതിലൊരു പ്രോബ്ലമാണ്. അതായത് ഏപ്രിൽ 2018 5 മാർക്കിന് ചോദിച്ചൊരു പ്രോബ്ലം. ഓക്കെ, a loam soil has field capacity 27%, the permanent willing percentage 12%,
The dry unit weight of soil is 13.73 kilonewton per meter square. If the depth of root zone is 1 meter, determine storage capacity of soil. Irrigation water is applied when the moisture content drop is 50%. If the water application efficiency is 75%. Determine the water depth required by the applied ink. അതായത് ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് ഒരു സോയിലിൽ ഒരു ഫീൽഡ് കപ്പാസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 27%. അതുപോലെ തന്നെ പെർമനൻറ്റ് വില്ലിംഗ് പോയിന്റ് നമുക്ക് 12% തന്നിട്ടുണ്ട്. ഡ്രൈ യൂണിറ്റ് ഓഫ് വെയിറ്റ് നമുക്ക് 30 kN/73 തന്നിട്ടുണ്ട്. നമുക്ക് റൂട്ട് സോൺ ഡെപ്ത് 1 മീറ്റർ. നമുക്ക് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് സോയിൽ. അപ്പോൾ നമ്മളിതെടുക്കുമ്പോൾ ആദ്യം നമ്മൾ എന്ത് കാണുക? മാക്സിമം സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അവൈലബിൾ മോയ്സ്ചർ അല്ലേ? അവൈലബിൾ ആയിട്ടുള്ള മോയ്സ്ചറിന് നമ്മൾ മാക്സിമം സ്റ്റോറേജ് കപ്പാസിറ്റി. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യു ഇൻറ്റു ഡി ഇൻറ്റു എഫ് സി മൈനസ് ഡബ്ല്യു സി. അതായത് ഗാമ ഡി അതായത് ഡ്രൈ യൂണിറ്റ് വെയിറ്റ്. ഡ്രൈ യൂണിറ്റ് വെയിറ്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട് 13.73 എന്ന് നമുക്ക് ഡ്രൈ യൂണിറ്റ് വെയിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗാമ ഡി. ഓക്കെ, ഡ്രൈ യൂണിറ്റ് വെയിറ്റ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഗാമ ഡബ്ല്യു എന്ന് പറയുന്നത് 9.81 ഇൻറ്റു ഡി എന്ന് പറയുന്നത് റൂട്ട് സോൺ ഡെപ്ത് നമുക്കിവിടെ തന്നിട്ടുണ്ട് 1 മീറ്റർ റൂട്ട് സോൺ ഡെപ്ത്. പിന്നെ അത് കഴിഞ്ഞ് ഫീൽഡ് കപ്പാസിറ്റി ഉണ്ട്. ഫീൽഡ് കപ്പാസിറ്റിയും അതുപോലെ തന്നെ പെർമനൻറ്റ് വില്ലിംഗ് പോയിൻറ്റ്. ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 27, പെർമനൻറ്റ് വില്ലിംഗ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ 12. രണ്ടും പെർസെൻറ്റേജ് ആണ്. അപ്പോൾ അതെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. എല്ലാം ഇക്വേഷൻ അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഗാമ ഡി എന്ന് പറയുന്നത് 13.73 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 9.81 ഇൻറ്റു നമ്മുടെ ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 27%. ഓക്കെ, 27% ബൈ 100 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 0.27 എന്ന് കിട്ടും. പിന്നെ പെർമനൻറ്റ് വില്ലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 12% ആണ്. 12 ബൈ 100 എന്ന് പറയുമ്പോൾ 0.2. അത് നമുക്ക് ചെയ്യുമ്പോൾ 0.209 മീറ്റർ എന്ന് കിട്ടും. ഇനി നമുക്ക് ഡെപ്ത് ഓഫ് ഇറിഗേഷൻ എന്ന് പറയുന്നത് ഗാമ ഡി ഇൻറ്റു ഡി ബൈ ഗാമ ഡബ്ല്യു എഫ് ഇ മൈനസ് ഡബ്ല്യു. ഇവിടെ നമുക്ക് ഡബ്ല്യുവിൻ്റെ വാല്യൂ പെർമനൻറ്റ് വില്ലിംഗ് പോയിൻറ്റ് 50% ആകുമ്പോഴുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഇവിടുത്തെ ഈ ഒരു വാല്യൂവിന് 50%, ഇത് 50 ബൈ 100 0.15%. ഇത് അതുപോലെ തന്നെ 13.73 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 9.81 ഇൻറ്റു നമ്മുടെ ഫീൽഡ് കപ്പാസിറ്റി 0.27 തന്നെയാണ്. 0.15 എത്തുമ്പോഴോ ഉള്ളത് കാണുക. അപ്പോൾ നമുക്ക് 0.16 mm എന്ന് കിട്ടും. ഇനി ഫീൽഡ് ഇറിഗേഷൻ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു 1 പോയിൻറ്റ് നമുക്ക് കിട്ടിയ ആ ഒരു ഡെപ്ത് ഓഫ് ഇറിഗേഷനും അതുപോലെ തന്നെ നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് 75% ആണ്. വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി എന്ന് പറയുന്നത് 75% ആണ്. അപ്പോൾ 0.16 ബൈ 0.75 കിട്ടുമ്പോൾ നമുക്ക് 213 mm എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, സോ ഈ ഒരു പ്രോബ്ലം നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.